ഇപ്പോൾ ഒരു ജോലി ഒരുപാട് വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ ലേഡീസിനെ സംബന്ധിച്ചിട്ട് അവർക്കൊരു വരുമാന മാർഗ്ഗമാണ്. കാരണം പണ്ടത്തെ പോലെ എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയമല്ല, കാലഘട്ടമല്ലല്ലോ ഇപ്പോൾ. ഇതൊരു വരുമാന മാർഗ്ഗമായി കഴിയുമ്പോഴത്തേനും കുറച്ച് എക്സ്പോസ് ചെയ്തിട്ടാണെങ്കിലും ഇവർക്ക് കുറച്ച് ഇൻകം ഉണ്ടാക്കിയെടുത്താൽ സ്വന്തം കാലിൽ നിൽക്കാം, സ്വന്തമായിട്ടൊരു ഡ്രസ്സ് മേടിക്കാം. ഒരു ഇൻകം കിട്ടുന്ന ഒരു പ്രധാന മെയിൻ ഘടകം തന്നെയാണ് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് ഒക്കെ. ഇപ്പോൾ ഒരു ജോലി നിമിഷ ബിജോ അവരുടെ പുതിയൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അതിനകത്ത് അവർ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തുടക്കത്തിൽ കാണിച്ചത്. ഈ ലേഡീസ് അവരുടെ ബോഡി പ്രദർശിപ്പിച്ച് ആ വഴിക്ക് വരുമാനം ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്നതിനെ കുറിച്ചും അത്തരം സാധ്യതകളെ കുറിച്ചൊക്കെയാണ് നിമിഷ പറയുന്നത്. സംഗതി സത്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കുറേ അധികം സ്ത്രീകൾ ഈ രീതിക്ക് സ്വന്തം ബോഡിയൊക്കെ പ്രദർശിപ്പിച്ച് വരുമാനം ഉണ്ടാക്കി സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അവർ പറഞ്ഞ പോലെ തന്നെ വരുമാനം ഉണ്ടാക്കുന്നു, ഇഷ്ടപ്പെട്ട ഫുഡ് മേടിക്കുന്നു, ഡ്രസ്സ് മേടിക്കുന്നു, ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കുന്നു, എല്ലാം സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നവമാധ്യമങ്ങളായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഈവൻ നമ്മുടെ യൂട്യൂബിനകത്താണെങ്കിൽ പോലും പറ്റുന്ന പോലെയൊക്കെ ഇവര് ആ സാധ്യതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശരീരം പ്രദർശിപ്പിക്കുന്നു, വരുമാനം ഉണ്ടാക്കുന്നു. അപ്പൊ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ കയറുന്ന സമയത്ത് പല സമയത്തും ഈ രീതിക്ക് ബോഡിയൊക്കെ പ്രദർശിപ്പിക്കുന്ന പല രീതിക്കുള്ള അക്കൗണ്ടുകൾ കാണാറുണ്ട്, വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ എനിക്ക് പലതും കാണുന്ന സമയത്ത് എനിക്ക് അറപ്പാവാറുണ്ട്. സീരിയസ്ലി എനിക്കൊരു IFലൊക്കെ വരും. അതായത് ഒരു പരിധി കഴിഞ്ഞ് പരിമിതി ഇല്ലാത്ത രീതിക്കൊക്കെ പലരും പല രീതിക്ക് വളരെ വൃത്തികേടുണ്ടാക്കുന്ന രീതിക്കൊക്കെ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ നല്ല കാഴ്ചക്കാരുണ്ട് അപ്പുറത്ത്. എന്തായാലും ഇവരെന്തുദ്ദേശിക്കുന്നു അത് നടക്കുന്നുണ്ട്. പിന്നെ ഇത്തരം പ്ലാറ്റ്ഫോമിന്റെ കൂടുതൽ സാധ്യതകളെ കുറിച്ച് എനിക്ക് അറിയില്ല. അതായത് ഇത്തരം വീഡിയോസും ഫോട്ടോസും ഒക്കെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് എങ്ങനെ റവന്യൂ ഉണ്ടാക്കാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പലതരം സൈറ്റുകളിലും ഇതിന്റെ ബാക്കിയായിട്ട് പലതരം വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇട്ട് ഇവർ ക്യാഷ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ സാധ്യതകളെ കുറിച്ച് അറിയില്ലെങ്കിലും ഇവർ റവന്യൂ ഉണ്ടാക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ നിമിഷ പറഞ്ഞ കാര്യം സത്യമാണ്. സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നു, ഇഷ്ടപ്പെട്ട രീതിക്ക് ജീവിക്കാൻ പറ്റുന്നു, സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിനകത്തുള്ള പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ നിമിഷ് പറയുന്ന ഒരു ടോണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അത് ഈ സംഗതിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിക്ക്, അതിനെ നോർമലൈസ് ചെയ്യുന്ന രീതിക്കൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അതായത് ഈ പറയുന്ന സംഗതി വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്നും സ്വാഭാവികമാണെന്നും സ്ത്രീകൾക്ക് ഇതൊരു വരുമാന മാർഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രചോദനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതിനെ വളരെ ഗ്ലോറിഫൈ ചെയ്യുക, അതൊരു പ്രശ്നമല്ല, സ്ത്രീകളൊക്കെ മുൻപോട്ട് കൂടുതലായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ ശാക്തീകരണം പോലെ ആ ടോണിലേക്കാണ് പുള്ളിക്കാരി പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഒരു സൈഡിലുള്ള അപകടം എന്താണെന്ന് പുള്ളിക്കാരി ചിന്തിക്കുന്നു എന്ന് കൂടി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കൂട്ട എല്ലാ രീതിക്കുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും നിമിഷ പറയുന്നുണ്ട് ഈ വിദ്യാഭ്യാസം കുറവുള്ള ജോലിക്ക് കിട്ടാൻ പ്രയാസമുള്ള സ്ത്രീകൾക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ വരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ നിമിഷ പറയുന്നുണ്ട്. അതൊക്കെ സത്യമാണ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ബോഡിയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൊജക്ട് ചെയ്യുന്നു, അത് കൊണ്ടുപോയിട്ട് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ആയിട്ട് പ്രദർശിപ്പിച്ച് ഈ പറയുന്ന നവമാധ്യമങ്ങളിൽ കൊണ്ടുപോയി ഇടുന്ന സമയത്ത് അത് ഏത് കാഴ്ചക്കാരിലേക്കാണ് പോവുക, ഏത് തരം ജെൻഡറിലേക്കായിരിക്കും ഏറ്റവും അധികമായിട്ട് പോവുക? തീർച്ചയായിട്ടും അത് ഈ ആണുങ്ങൾ എന്ന് പറയുന്ന പുരുഷ വിഭാഗത്തിലേക്കാണ് ഏറ്റവും കൂടുതലായിട്ട് പോവുക. അവിടെയുള്ള പുരുഷന്മാർക്കാണ് സ്ത്രീ ശരീരം ഏറ്റവും നന്നായിട്ട് കാണാൻ താല്പര്യമുള്ളത്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഈ പറയുന്ന ഇത്തരത്തിലുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ കൂടുതലായിട്ട് കാണുന്നത് വഴിക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഫീൽഡിലേക്ക് ഒരുപാട് സ്ത്രീകൾ വരുവാണെങ്കിൽ ഈ രീതിക്ക് ഒരു മടിയും കൂടാണ്ട് ഈ പറയുന്ന ബോഡിയൊക്കെ പ്രദർശിപ്പിച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇടുകയാണെങ്കിൽ ഈ പുരുഷന്മാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇവരുടെ ചിന്ത മാറി തുടങ്ങും. സ്ത്രീ എന്ന് പറയുന്നത്, അവരുടെ മൂല്യം എന്ന് പറയുന്നത് സ്ത്രീയുടെ ബോഡിയിലാണെന്നും അവരുടെ ഈ പറയുന്ന ഇത്തരം വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ ആണെന്നുള്ള രീതിക്കൊക്കെ പുരുഷന്മാരുടെ ചിന്ത മാറി തുടങ്ങും. അല്ലെങ്കിൽ സ്ത്രീകളുടെ ഗ്ലാമർ സൈഡിലേക്ക് ഇവരുടെ തോട്ട് പോയിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും അതിന്റെ അനന്തരഫലം റിഫ്ലക്ട് ചെയ്യുക എവിടെയാണ്? ഈ സമൂഹത്തിലായിരിക്കും. അതായത് സ്ത്രീയെ ഇങ്ങനെ ഒബ്ജക്റ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാർക്ക് സ്ത്രീ എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിവുള്ള, സാമാന്യം ബോധമുള്ള, അല്ലെങ്കിൽ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങളുള്ള, സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അർഹയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് തുടങ്ങിയിട്ടുള്ള ഒരു തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിരിക്കില്ല. മറിച്ച് ഈ പറയുന്ന പോലെ സ്ത്രീ ഒരു ഒബ്ജക്റ്റ് ആണെന്ന് പറയുന്ന തോട്ടായിരിക്കും കൂടുതലായിട്ട്. സ്വാഭാവികമായിട്ട് ആ രീതിക്കായിരിക്കും അത് മാറി മറിയാം. ഈ ലേഡീസ് അവരുടെ അവകാശങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ കഷ്ടപ്പെട്ട് പിടിച്ചെടുത്ത് ഉണ്ടാക്കിയതാണ്. ഒരു കാലത്ത് വീടിനകത്ത് തളയ്ക്കപ്പെട്ട സ്ത്രീകളൊക്കെ മുൻപോട്ട് വന്ന് അവരവരുടെ ഫ്രീഡൊക്കെ പിടിച്ചെടുത്ത് കൊണ്ടുവരുന്നു. അപ്പൊ അന്ധകാലം തൊട്ടേ സ്ത്രീകൾ ഒരു ഒബ്ജക്റ്റ് ആണെന്നുള്ള തോട്ട് പുരുഷന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതിനൊക്കെ മറികടന്ന് സ്വന്തം അവകാശങ്ങളും സ്വന്തം സ്പേസ് ഒക്കെ കണ്ടെത്തി സ്ത്രീകൾ ജീവിച്ചു തുടങ്ങുന്ന കാലഘട്ടമാണിത്. ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന ബോഡിയൊക്കെ പ്രൊജക്ട് ചെയ്ത് അതൊക്കെ പ്രദർശിപ്പിച്ച് വരുമാനം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പം തീർച്ചയായിട്ടും
അത് കാണുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ആ ഒരു പണ്ടത്തെ കാഴ്ചപ്പാടിലേക്ക് പോവും. സ്ത്രീ എന്ന് പറയുന്നത് വെറും ഒരു ഒബ്ജക്റ്റ് ആണെന്നും ഒരു ബോഡി മാത്രമാണെന്നുമുള്ള തോട്ടിലേക്ക് പോകും. വീണ്ടും അവിടെ സ്ത്രീയുടെ അവകാശങ്ങളെ കുറിച്ചോ അവരുടെ വ്യക്തിത്വത്തെ കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ പുരുഷൻ ഇല്ലാണ്ടായി തീരും. അതാണ് പ്രധാനമായിട്ട് വരുന്ന ഒരു പ്രശ്നം. അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനകത്ത് മിസോജിനിസ്റ്റിക് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് സ്ത്രീകളെ കാണുന്ന സമയത്തൊക്കെ ഇതൊരു ഒബ്ജക്റ്റ് മാത്രമാണ്, ഇത് വെറും ഒരു സ്ത്രീ മാത്രമാണെന്നൊക്കെ ചിന്തിക്കുന്ന കുറെ അധികം പുരുഷന്മാരുണ്ട്. അപ്പൊ അത്തരം പുരുഷന്മാരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അവർക്ക് ആക്റ്റീവായിട്ട് നിൽക്കുന്ന സ്ത്രീകളെ കാണുന്ന സമയത്ത്, അവർക്ക് കുറച്ച് ഫ്രീഡം അനുഭവിക്കുന്ന സ്ത്രീകളെ കാണുന്ന സമയത്ത്, കൂടുതൽ ക്ലോസ് ആയിട്ട് പുരുഷന്മാരോട് ഇടപഴകുന്ന സ്ത്രീകളൊക്കെ കാണുന്ന സമയത്തൊക്കെ അവർക്ക് ഇവൾക്ക് വേറെ പ്രശ്നമാണ്, ഇവൾക്ക് വെറും ഈ പറയുന്ന പോലെ സെക്ഷൽ അട്രാക്ഷന്റെ പുറത്താണ് ഇവർ പുരുഷന്മാരോട് ചിന്തിക്കുന്നത്, ഇടപഴകുന്നത്, ഇവളുടെ ഫ്രീഡം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സെക്ഷൽ ആയിട്ടുള്ള താല്പര്യമാണ് തുടങ്ങിയിട്ടുള്ള കുറെ അധികം ചിന്താഗതികൾ വരും. ഇപ്പൊ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ആണെങ്കിലും എന്റെ കൂടെ പഠിച്ചിട്ടുള്ള എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയുന്ന ഒരു പയ്യൻ കുറെ കാലമായിട്ട് ഈ പറയുന്ന മിസോജിനിസ്റ്റിക് മൈൻഡ് സെറ്റുമായിട്ട് ജീവിച്ചു, ഇപ്പോഴും അങ്ങനെയാണ് ജീവിക്കുന്നത്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവരുടെ ഈ മനോവൈകല്യം, ഈ രീതിക്കുള്ള തെറ്റായിട്ടുള്ള ചിന്താഗതി കാരണം സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടികൾക്കായിരിക്കും പ്രശ്നം വരിക. അതായത് ഇയാൾ പറയും ആ പെൺകുട്ടിക്ക് ഈ പറയുന്ന പോലെ ഒരു പ്രശ്നം സെക്ഷൽ ആയിട്ടുള്ള പ്രശ്നമാണുള്ളത്, അതുകൊണ്ടാണ് അവൾ ഇത്ര ആക്റ്റീവ് ആകുന്നത്, അതുകൊണ്ടാണ് അവൾ ഇത്ര അധികം ഫ്രീഡം അനുഭവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്, അതുകൊണ്ടാണ് അവൾ ഇത്ര കൂളായിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വ്യക്തിത്വം എന്ന് പറയുന്ന സംഗതിക്ക് പോലും ഇത് മുറിവേൽക്കും. അത് ഈ പെൺകുട്ടിയെ വലിയ രീതിക്കുള്ള പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും. അവളുടെ ലൈഫ് ലോങ് എന്ന് പറയുന്ന പോലുള്ള മനസമാധാനത്തെയും ഈ പറയുന്ന ഇയാളുടെ ചിന്താഗതി ബാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ മിസോജിനിസ്റ്റിക് മൈൻഡ് സെറ്റ് ഉള്ള പുരുഷന്മാരെന്ന് പറയുന്ന സംഭവം ഒറ്റപ്പെട്ടൊരു കാര്യമല്ല. അത് ഒരുപാട് ആ ഒരു മൈൻഡ് സെറ്റുള്ള ഒരുപാട് പുരുഷന്മാർ നമുക്കിടയിലുണ്ട്. ഇപ്പോഴത്തെ തലമുറയിൽ പോലും ആ രീതിക്ക് ചിന്തിക്കുന്ന, ആ രീതിക്ക് പ്രവർത്തിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്, ആൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഈ മിസോജിനിസ്റ്റിക് മൈൻഡ് സെറ്റ് ഒക്കെ ഉള്ള പുരുഷ സമൂഹത്തിനിടയിലേക്ക് സ്ത്രീയെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അടുത്ത പ്രശ്നം വരും. സ്വാഭാവികമായിട്ട് ഇയാളുടെ ചിന്തയിൽ എന്താ ഉള്ളത്? സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്, അവൾക്ക് ഫ്രീഡം അനുഭവിക്കണം എന്നുള്ള താല്പര്യം അല്ലെങ്കിൽ അവളുടെ ആക്റ്റീവ് ആയിട്ടുള്ള സ്വഭാവം തുടങ്ങിയിട്ട് എല്ലാം ഈ പറയുന്ന പോലെ ഒരു ലിറ്ററലി പറഞ്ഞാൽ ഒരു കഴപ്പിന്റെ പുറത്ത് സംഭവിക്കുന്നതാണെന്നാണ് ഇയാൾ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ വിചാരിക്കുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പുറത്ത് കുറെ സ്ത്രീകള് ഈ പറഞ്ഞ പോലെ സ്വന്തം ബോഡിയൊക്കെ പ്രദർശിപ്പിക്കുന്നു, അത് കാണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അയാൾ എന്താ വിചാരിക്കുക? എന്റെ ധാരണകൾ സത്യമാണ്, സ്ത്രീ എന്ന് പറഞ്ഞാൽ വെറും ഒബ്ജക്റ്റ് ആണ്, അവൾക്ക് ഈ പറഞ്ഞ പോലെ സെക്ഷൽ ആയിട്ടുള്ള താല്പര്യങ്ങളും അട്രാക്ഷനും മാത്രമേ ഉള്ളൂ, സമൂഹത്തിന് മുമ്പിൽ പോലും ഈ പറഞ്ഞ പോലെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നിൽക്കാനാണ് സ്ത്രീക്ക് ഇഷ്ടം എന്നൊക്കെ തെറ്റായിട്ട് ധരിക്കും. അപ്പൊ ഇത്തരം മിസോജിനിസ്റ്റിക് മൈൻഡ് സെറ്റ് ഉള്ള പുരുഷന്മാരെയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിക്കും ഇത്തരം വീഡിയോസ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് ആരാ അനുഭവിക്കുക? ഇവന്മാർ കെട്ടിക്കൊണ്ടു പോകുന്ന സ്ത്രീകളും ഇവന്മാരുടെ വീടിനകത്തുള്ള സ്ത്രീകൾ, ഈ സമൂഹത്തിലുള്ള സ്ത്രീകൾ തുടങ്ങിയിട്ട് എല്ലാവരും ഈ പറഞ്ഞതിന്റെ അനന്തര ഫലം അനുഭവിക്കേണ്ടി വരും വളരെ മോശമായിട്ട്. കാരണം ഇതൊക്കെ കണ്ട് സ്ത്രീ ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുന്ന ഈ പുരുഷന്മാര് സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന ഏത് സ്ത്രീയെ കുറിച്ചും അങ്ങനെ ചിന്തിക്കുള്ളൂ. അവന്റെ മനോവൈകല്യം അനുസരിച്ച് ആ രീതിക്ക് അവൻ ഇടപഴകുള്ളൂ. അപ്പൊ ഇതിന്റെ അനന്തരഫലം എന്ന് പറയുന്ന സംഭവം സ്ത്രീകൾക്ക് തന്നെയാണല്ലോ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സ്ത്രീകൾ എന്ന് പറയുന്നത് വെറും ശരീരം മാത്രമായിട്ട് ചുരുക്കും ഇവന്മാരൊക്കെ. അപ്പൊ അത്തരം സാധ്യത വളരെ കൂടുതലാണ് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കൊടുക്കുന്നത്. കാരണം അടുത്ത പ്രശ്നമായിട്ട് വരുന്ന സംഗതി, നമ്മൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ആവശ്യമില്ല, അറിവ് ആവശ്യമില്ല, പഠിത്തം ആവശ്യമില്ല, വെറും ഈ പറയുന്ന പോലെ ഒരു ബോഡി പ്രദർശിപ്പിച്ച് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ള തെറ്റായിട്ടുള്ള ധാരണ ഈ സ്ത്രീകളിലും അതുപോലെ തന്നെ പുരുഷന്മാരിലും ഒക്കെ ഒരുപോലെ വരും. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ പഠിത്തം എന്ന് പറയുന്ന സംഗതിയെ അധികം ആശ്രയിക്കാണ്ട് ഈ പറയുന്ന പോലെ ബോഡിയിലേക്കും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ രീതിക്ക് വരുമാനം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യും. അത് സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കും. മനുഷ്യർക്ക് അറിവ് വേണം, വിദ്യാഭ്യാസം വേണം, വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കണം തുടങ്ങിയിട്ടുള്ള ഒന്നിനെ കുറിച്ചും ഒരു വിധത്തിലും അവബോധമില്ലാണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ ബോഡി പ്രദർശിപ്പിച്ച് വരുമാനം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യും. അതൊരു സ്ത്രീ സമൂഹത്തിനെ തന്നെ വളരെ മോശമായിട്ട് ബാധിക്കും. ഇപ്പോഴത്തെ ഈ പറഞ്ഞ പോലെ സ്ത്രീയെ ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്ന കുറെ പുരുഷന്മാരും മറുവശത്ത് ഞങ്ങൾ ഒബ്ജക്റ്റ് ആണ് എന്നും പറഞ്ഞ് നടക്കുന്ന സ്ത്രീകൾ, ഇതിന്റെ ഇടയിൽ സമൂഹം പെട്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. ഇതൊന്നും അറിയാണ്ട് സ്വാഭാവികമായിട്ടും സാധാരണമായിട്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അറിവും വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് ആ വഴിക്ക് ജീവിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളുടെ ലൈഫിനെ പോലും ഇതൊക്കെ ദോഷകരമായിട്ട് ബാധിക്കും. സ്ത്രീ ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കും
വിചാരിക്കുന്ന പുരുഷന്മാര് ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന, ആ രീതിക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളിൽ പോലും വലിയ രീതിക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങും. സ്ത്രീകളെ വളരെ മോശമായിട്ടുള്ള രീതിക്ക് അവർ കണ്ടു തുടങ്ങും. അപ്പൊ അത് സമൂഹത്തെ മൊത്തമായിട്ടായിരിക്കും ബാധിക്കുക. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ സ്ത്രീ എന്ന് പറയുന്ന സംഭവം ഒരു ഒബ്ജക്റ്റ് അല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ബോഡി പ്രദർശിപ്പിച്ച് ഞങ്ങൾ ഒബ്ജക്റ്റ് ആണ് എന്നുള്ള രീതിക്ക് സമൂഹത്തിന് മുൻപിലേക്ക് വരാണ്ടിരിക്കുക. ഒബ്ജക്റ്റ് അല്ല. കാരണം ഇത് മെയിൽ ഗേസ് എന്ന് പറയുന്നതിന് സാധൂകരിക്കുന്ന കാര്യമാണ്. ഈ മെയിൽ ഗേസ് എന്ന് വെച്ചാൽ എന്താണ്? സ്ത്രീകള് വെറും ഒരു ഒബ്ജക്റ്റ് ആണെന്നുള്ള രീതിക്ക് കോണ്ടന്റ് ഉണ്ടാക്കുന്ന സംഭവമാണ് മെയിൽ ഗേസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ സാധൂകരിക്കാണല്ലോ ഇപ്പുറത്ത് ഇതേപോലെ സ്ത്രീകൾ വീഡിയോസ് ഇട്ടുകൊണ്ട് ചെയ്യുന്നത്. സോ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, തുല്യമായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ സ്വയം ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞ് പുരുഷന്മാരുടെ ഇടയിലേക്ക് വന്നിട്ട് ഒരു സമൂഹത്തെ മൊത്തത്തിൽ തെറ്റായിട്ട് കൊണ്ടുപോകുന്ന പ്രവണതയെ ശരിയല്ല. മാത്രമല്ല പലരും വിചാരിക്കും, ഇപ്പൊ നമ്മുടെ നിമിഷ പറഞ്ഞ കാര്യം ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമാണ്, ഒരു വിമൺ എംപവർമെന്റ് എന്ന് പറയുന്ന കാര്യമാണ് സംഭവിക്കുന്നതൊക്കെ വിചാരിക്കും. ഒരിക്കലുമല്ല. ഈ ഫ്രീഡം എന്ന് പറയുന്ന സംഭവവും ഈ പറയുന്ന സ്ത്രീ ശാക്തീകരണവും തമ്മിൽ ഒരു ബന്ധമില്ല. ഇത് മെയിൽ ഗേസിനെ സാധൂകരിക്കുന്ന സംഗതിയാണ്. മെയിൽ ഗേസിനെ സാധൂകരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും വിമൻ എംപവർമെന്റ് ആവില്ല, സ്ത്രീ ശാക്തീകരണം ആകില്ല. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന സംഗതി എന്താണ്? സ്ത്രീകൾ മുൻപോട്ട് വന്ന് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക, അവരുടെ അവകാശങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി, അവരുടെ സ്പേസിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അവർക്ക് വേണ്ടത് നേടിയെടുക്കുക എന്ന് പറയുന്ന സംഭവമാണ്. അതിന് മെയിൽ ഗേസിനെ സാധൂകരിക്കുക എന്ന് പറയുന്ന സംഗതി ഇല്ല. സോ അതൊരിക്കലും സ്ത്രീ ശാക്തീകരണമായിട്ടുള്ള കാര്യമേ അല്ല. അപ്പൊ എനിക്ക് പറയാനുള്ള സംഗതി എന്താന്ന് വെച്ചാല്, ഈ സ്ത്രീകളുടെ ശരീരം കണ്ട് അല്ലെങ്കിൽ അവരുടെ മുഖഭാവം കണ്ട് അവരുടെ വസ്ത്രധാരണം കണ്ടൊക്കെ അതിലൊരു സെക്ഷൽ ആയിട്ടുള്ള ഒരു ആനന്ദം കിട്ടുന്ന പുരുഷവർഗത്തിന് വേണ്ടിയിട്ട് ഇത്തരം വീഡിയോസ് ഇറക്കിയിട്ട് സ്വയം ഒബ്ജക്റ്റ് ആവാണ്ടിരിക്കുക. അത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വരുമാനത്തിനോ നിങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള സന്തോഷത്തിനോ വേണ്ടിയായിരിക്കും. പക്ഷേ ഈ പറയുന്ന പോലെ അതൊരു സമൂഹത്തെ മൊത്തത്തിലായിട്ട് ദോഷകരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഇത്തരം സംഗതികളെ ഗ്ലോറിഫൈ ചെയ്ത് ഇവിടെ മാന്യമായിട്ട് ജീവിക്കാനും എല്ലാവിധ അവകാശങ്ങളോട് കൂടി ജീവിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ബുദ്ധിമുട്ടിലാക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. നിമിഷയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ് ഇത്തരം അഭിപ്രായം പറച്ചിലുകൾ എന്നൊക്കെ എനിക്കറിയാം. അപ്പൊ അതിനെയൊക്കെ മാനിച്ചുകൊണ്ടാണ് നിമിഷയുടെ ഇത്തരം അഭിപ്രായത്തെ കുറച്ചുകൂടി ഞാൻ ഒന്നുകൂടി ആഴത്തിൽ നോക്കിക്കൊണ്ട് വിമർശിക്കുന്നത്.